ഞാൻ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ പറയാം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവര്, നിങ്ങളുടെ അവസ്ഥ ഏത് സ്ഥിതിയിലാണേലും, ഡോക്ടർമാർ കൈവിട്ട കേസിലായിരിക്കാം, ഒരുപക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തിലായിരിക്കാം, ഈ സന്ദേശം കേൾക്കുമ്പോൾ അറിഞ്ഞുകൊള്ളുക, ദൈവവചനം പറയുന്നു നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന്. അവിടെ പരിമിതികൾക്കപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരങ്ങളെ സൗഖ്യമാക്കാൻ മതിയായ ഒന്നാൽ ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് സൗഖ്യമായി വെളിപ്പെടുവാൻ ഇടയാകുമെന്ന് ഈ പകലൊക്കെ ആഴത്തിൽ വിശ്വസിച്ച് പറഞ്ഞു. അങ്ങനാണെങ്കിൽ മരണകാരണമായ ചില കാരണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വഴിമാറാൻ ഇടയാകും. നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓ ജീസസ്, 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 ജീസസ്. എല്ലാവരും ഒന്ന് നെഞ്ചോട് കൈ ഒന്ന് വെച്ചു പറ, ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്റെ തലമുറ ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമയം പരിശുദ്ധാത്മാവിനെ ഒറ്റ കേസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർമ്മിപ്പിക്കുക. ഒറ്റ കേസ്, പ്രഗ്നന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട ചില അബോർഷൻ കേസുകളെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അബോർഷനുകളെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് തലമുറകൾ പുറത്തു വരാൻ കഴിയാത്ത വിധം ഉദരങ്ങൾ അടഞ്ഞുപോയ ചില സഹോദരിമാർക്ക് കർത്താവ് ഇന്ന് പകൽ ഡെലിവറൻസ് അയക്കുന്ന പകലാണ്. ഓ രാധാക്ക, എല്ലാവരും ചേർന്ന് ഈ വിഷയത്തിനായി പ്രാർത്ഥിക്കാം. ഈ സന്ദേശം കേൾക്കുന്ന ചില ഗർഭിണികളെ അവർ ആരോഗ്യത്തോടെ ഇരിക്കാം, അവരുടെ തലമുറകൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവത്തിന്റെ വചനം അവരെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഓ അകത്ത് വളരെ ഭീതിയോടെ ഭാരത്തോടെ ഇരിക്കുന്ന ചിലർക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമായി മാറട്ടെ, ഒരു വലിയ വിടുതലായി മാറട്ടെ. എങ്ങനെ ഇരിക്കണം? സകലത്തിലും ശുഭമായും സുഖമായും സകലത്തിലും ഐശ്വര്യമായും ആരോഗ്യത്തോടെയും ഇരിക്കണം എന്ന് യോഹന്നാൻ പ്രാർത്ഥിക്കുക. ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. അല്ലാതെ ഇതെന്റെ വിധിയാണെന്നും ഇതെനിക്കുള്ളതാണെന്നും പറഞ്ഞ് സ്വീകരിക്കരുത്. ചിലതൊന്നും ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന എനിക്ക് ആരോഗ്യമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.